നമുക്ക് കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോണ്ടേ? പ്രയാസകരമായ സാഹചര്യമുണ്ട്. കേന്ദ്രത്തിൽ ബി.ജെ.പി. ആണ്. ബി.ജെ.പിയുടെ നയങ്ങൾ മുഴുവൻ ജനവിരുദ്ധമാണ്. ജനങ്ങളെ പരസ്പരം ഭിന്നിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണത്. ഈ നിൽക്കുന്ന മനുഷ്യന് പരസ്പരം മനുഷ്യനായി കാണാൻ കഴിയാത്ത കണ്ണുള്ളവരാണ് ബി.ജെ.പിക്കാർ. മനുഷ്യനെ മതമായി കാണുന്നവരാണവർ. മതവിദ്വേഷത്തിന്റെ രൂപത്തിൽ കാണുന്നവരാണവർ. തന്റേതല്ലാത്ത മതത്തോട് വിദ്വേഷപരമായ സമീപനം സ്വീകരിക്കുന്ന അപകടം നിറഞ്ഞ ഒരു രാഷ്ട്രീയ ശക്തിക്ക് ഇന്ത്യ രാജ്യത്തിൽ മേധാശക്തി കിട്ടിയ ഒരു കാലം സൃഷ്ടിച്ച പരിമിതികളുണ്ട്. അതിന് സഹായകരമായ രൂപത്തിൽ രാജ്യത്തെ കൊള്ളയടിക്കുന്ന കുത്തക മുതലാളിമാർ രൂപപ്പെടുത്തിയിരിക്കുന്ന ഒരു പൊതുബോധ നിർമ്മിതിയുണ്ട് ഈ നാട്ടിൽ. പണാധിപത്യത്തിന്റെ പുതിയ രാഷ്ട്രീയ രൂപം കൊള്ളുന്നുണ്ട് ഈ നാട്ടിൽ. ഈ അപകടം നിറഞ്ഞ കാലത്ത് ഈ കേരളത്തെ എങ്ങനെ മെച്ചപ്പെടുത്താം? ഇതാണ് CPM ചർച്ച ചെയ്തത്. നമ്മൾ പറഞ്ഞു, ഭരണം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ രണ്ട് കാര്യം ശ്രദ്ധിക്കണം. ഒന്ന്, ഈ ഗവൺമെന്റ് ജനോപകാരപ്രദമായ കാര്യങ്ങളെ ചെയ്യാവൂ. എല്ലാ നിലയിലും, അത് പോലീസിന്റെ പ്രവർത്തനമായാലും ശരി, ഗവൺമെന്റിന്റെ ഓരോ വകുപ്പുകളുടെ പ്രവർത്തനമായാലും ശരി, നമുക്കത് മെച്ചപ്പെടുത്തണം. വിദ്യാഭ്യാസം ഒക്കെ അതിന്റെ ഗുണനിലവാരത്തെ മെച്ചപ്പെടുത്തണം. അതിദാരിദ്ര്യം ഇല്ലാതാക്കണം. അങ്ങനെയാണ് പറഞ്ഞത്. ഇങ്ങനൊരു സ്ഥലം വേറെ ഉണ്ടോന്ന് എണ്ണി ഇങ്ങോട്ട് എടുത്തില്ലേ 6 മാസം കൊണ്ട്? ആർക്കാണ് അതിദാരിദ്ര്യം? ഇന്ത്യയിൽ വേറെ എവിടെയും സാധിച്ചിട്ടുണ്ട്? വേറെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് സ്ഥാപിച്ചിട്ടുണ്ടോ? ഇവിടെയല്ലേ പറ്റിയത്? കാരണം ദാരിദ്ര്യം കുറയ്ക്കാൻ കഴിഞ്ഞുകൊണ്ടാണ്. ജനങ്ങളുടെ പ്രതീക്ഷ എന്താ? ഇന്നത്തെ ലോകമാണ്. ലോകത്തിലേക്ക് വളരണമെന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്. ലോകത്തെവിടെ പോയും പഠിക്കണം, ലോകത്തെവിടെ പോയും വളരണം, ഇതാണ് ചിന്ത. ആ പ്രതീക്ഷയിലേക്ക് വളരാൻ വിനയാന്വിതരായി പ്രവർത്തിക്കണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെ ഞങ്ങളോട് ഞങ്ങളുടെ പാർട്ടി പറഞ്ഞതാ, വിനയാന്വിതരായി ജനങ്ങൾക്കിടയിൽ നമ്മൾ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തിക്കണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഈ പുതിയ കാലം സൃഷ്ടിക്കുന്ന വെല്ലുവിളികളെ അഭിമുഖീകരിക്കാനുള്ള ആത്മവിശ്വാസം ജനങ്ങൾക്ക് നൽകണം. വർഗീയ സംഘർഷത്തിന്റെ, പ്രാകൃത മൂല്യബോധത്തിന്റെ, മനുഷ്യരെ ഭിന്നിപ്പിക്കുന്ന തെറ്റായ പെരുമാറ്റ രീതികളുടെ അടിമയായി മനുഷ്യൻ മാറാതിരിക്കാൻ തെളിമയുള്ള രാഷ്ട്രീയം ഉള്ള കമ്മ്യൂണിസ്റ്റുകാർ നിലവിലുള്ള സാമൂഹ്യ വ്യവസ്ഥ സൃഷ്ടിച്ച പോരായ്മകളിൽ നിന്ന് കണ്ണീരിന്റെ താഴ്വരയിലേക്ക് വീണുപോയിരിക്കുന്ന ദുർബലനായ മനുഷ്യന്റെ കൈ പിടിച്ചുയർത്തി അവന്റെ കണ്ണിൽ നിന്ന് അടർന്നു വീഴുന്ന കണ്ണീർ തുള്ളി ഈ ഭൂമിയിൽ പതിക്കുന്നതിന് മുമ്പ് ഒപ്പിയെടുക്കാനുള്ള സ്വീകാര്യമായ കരങ്ങളുമായി പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാവണം. അവിടെ കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രവർത്തനം നടത്തണം. തൊഴിലാളികൾക്കിടയിൽ, കൃഷിക്കാർക്കിടയിൽ, പാവപ്പെട്ടവർക്കിടയിൽ അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം പാർട്ടി എന്നുള്ള നിലയിൽ നമ്മൾ നന്നായിട്ട് നടത്തണം. ഗവൺമെന്റിലേക്ക് നിയോഗിച്ച സഖാക്കൾ ഗവൺമെന്റിന്റെ പ്രവർത്തനത്തെ അഴിമതിരഹിതമായി, ജനോപകാരപ്രദമായി, ഇന്ന് നമ്മൾ ഉണ്ടാക്കിയ എല്ലാ സൗകര്യങ്ങളുടെയും ഗുണനിലവാരത്തെ മെച്ചപ്പെടുത്തിക്കൊണ്ട് മികച്ച പ്രവർത്തനം നടത്താൻ ഗവൺമെന്റിൽ പ്രവർത്തിച്ച സഖാക്കൾ, ചുമതലപ്പെടുത്തിയ സഖാക്കൾ പ്രവർത്തിക്കണം. ഇതാണ് പാർട്ടി മനസ്സ്. ഇതിലെന്തെങ്കിലും തരാറുണ്ടോ? ഇതിലെന്താ തരാറ്? ഗവൺമെന്റിൽ പ്രവർത്തിക്കുന്ന സഖാക്കൾ ആ പ്രവർത്തനം നടത്തും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഖാക്കൾ പാർട്ടിയുടെ പ്രവർത്തനം നടത്തും. ആർക്കെങ്കിലും തെറ്റ് പറയാൻ പറ്റുമോ? അപ്പൊ നല്ല നിലയ്ക്ക് സംസ്ഥാനം പോവും. എന്നാൽ ചില ആൾക്കാരുണ്ട് ഇതിങ്ങനെ പോയിക്കൂടാ. അവര് പറഞ്ഞെന്താ അറിയോ? ഈ ഒരു മോട്ടോർ സൈക്കിളിൽ പോകാൻ വെച്ചാൽ 5 ആളായ്മ പോകണം. 5 ആള് പോണ മോട്ടോർ സൈക്കിള്, അത് സർക്കസിലാട്ടാ. 5 ആള് പോണ മോട്ടോർ സൈക്കിളിട്ട് ആള് പുറത്തു എന്തെങ്കിലും സംഭവിച്ചാൽ എന്താ സംഭവിക്കുക? നിയമവിരുദ്ധല്ലേ? നിയമാനുസൃതമായിട്ടല്ലേ നമ്മൾ ജീവിക്കേണ്ടത്? നിയമവിരുദ്ധമായി ജീവിക്കണം എന്ന് പറയാൻ പറ്റുമോ? പിന്നെ നമുക്ക് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തുടങ്ങാം. എന്താണ്? കള്ളക്കടത്ത് നടത്താം. നല്ല പ്രവർത്തനം. എന്താണ്? കള്ളക്കടത്ത്. പിന്നെ അതിനേക്കാൾ മെച്ചപ്പെട്ട പ്രവർത്തനം അതെന്താ? കുഴൽപ്പണം. അങ്ങനെ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ, മണല് തക്കുക, പിന്നെ കള്ളമണലടിക്കുക, ലോറിയിൽ 2-4 അടിച്ച് കയറ്റി കൊണ്ടുപോകുക. അപ്പോ എല്ലാ നിയമവിരുദ്ധ പ്രവർത്തനം അത് നടത്തണം എന്ന് ചിന്തിക്കുന്ന കുറച്ചാളുണ്ടാവും. മനസ്സിലായി? നമ്മൾ പാവങ്ങള് കമ്മ്യൂണിസ്റ്റുകാര് നല്ല നിലയിൽ ചിന്തിക്കുകയാണ്. എന്ത്? നല്ല നിലയിൽ കാര്യങ്ങൾ നടന്നു പോകണം, സമാധാനം പോകണം, കാര്യം പോകണം. അങ്ങനെയല്ല, നേരെ മറിച്ച് ചിന്തിക്കുന്ന ചില ആൾക്കാരുണ്ടേ. നമുക്കിപ്പോ എന്താ ചെയ്യാൻ പറ്റുക? ഇങ്ങനെ ചിന്തിക്കാൻ പാടുണ്ടോ എന്ന് ചോദിക്കാം. നമുക്ക് നിർഭാഗ്യകരമായൊരു കാര്യം, ഞാൻ പറഞ്ഞ രണ്ടാമത്തെ കാര്യത്തിന് അനുകൂലമായി ചിന്തിക്കുന്ന ചിലരെങ്കിലും നമ്മുടെ നാട്ടിലുണ്ട്.
മനസ്സിലായ നിങ്ങള്? അതിന് ഞാൻ പറയാൻ പാടില്ല. ഏന് കേൾക്കുമ്പോ നല്ല രസം തോന്നുകയും, മനസ്സിലായോ? അയ്യോ ഇവരെയൊക്കെ പിടിച്ചോണ്ട് പോയി പോലീസ്. കേരള പോലീസായിട്ട് ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. മര്യാദയ്ക്ക് കേരള പോലീസ് പ്രവർത്തിക്കൂ. മര്യാദയ്ക്ക് പ്രവർത്തിച്ചില്ലെങ്കിൽ അതിനെ മര്യാദയ്ക്ക് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന ഒരാളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. ഒരു സംശയവും വേണ്ട. അത് ആ നിലയ്ക്കാണ് മുന്നോട്ട് പോണത്. പക്ഷേ ആ നിലയ്ക്ക് മുന്നോട്ട് പോകുമ്പോൾ തെറ്റായ പ്രവർത്തനം കണ്ട് നമ്മൾ നടപടിയെടുക്കണ്ടേ? ഇപ്പൊ കോഴിക്കോട് എയർപോർട്ട്, ഇപ്പൊ ഞാൻ അങ്ങനെ പറയുന്നത് എന്താ വെച്ചാൽ മലപ്പുറത്താണ് കോഴിക്കോട്ട് എയർപോർട്ടിൽ. മലപ്പുറം തന്നെ കുടുങ്ങിയില്ലേ? കുടുങ്ങിയില്ലേ? ഇപ്പൊ മലപ്പുറം എന്നുള്ള വാക്ക് ഉച്ചരിക്കാൻ പാടില്ല. പണ്ട് നമ്മളെ ശ്രീനിവാസൻ പോളണ്ട് പോളണ്ട് എന്ന് പറയാൻ പാടില്ല എന്ന് ശ്രീനിവാസൻ പറഞ്ഞതുപോലെയാണ് ഇപ്പൊ ഇവര് കുറച്ച് ആൾക്കാർ ഇറങ്ങിയിട്ട് മലപ്പുറം മലപ്പുറം എന്ന് പറയാൻ പാടില്ല. ആ എയർപോർട്ടിൽ കൂടി ആരൊക്കെയോ സ്വർണം കടത്തിക്കൊണ്ട് പോയി. ഇപ്പൊ പഴയ കാലല്ല, തകരാറ് പിടിച്ച ആൾക്കാരുണ്ട് നമ്മളെ നാട്ടില്. ഏതോ ചങ്ങാതിമാര് ഈ സ്വർണം കൊണ്ടുപോകണോന്റെ കയ്യിൽ നിന്ന് സ്വർണം കൊണ്ടുപോകണ ആൾക്കാരുണ്ട് അത്ര. ഉമ്മക്കിപ്പോ അതറിയില്ല, കാരണം നമ്മളിത് കൊണ്ടുപോയി ശീലിച്ചിട്ടില്ല എന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഇങ്ങനെ കൊണ്ടുപോകണവരെ സ്വർണം തട്ടിക്കൊണ്ടുപോവാ. എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങാ പിന്നെ ആ സ്വർണം വഴി തട്ടിക്കൊണ്ടുപോകത്രേ. അങ്ങനെ തട്ടിക്കൊണ്ടുപോയപ്പോ തട്ടിക്കൊണ്ടുപോയെന്നെ തട്ടിക്കൊണ്ടുപോകുന്ന ആളുണ്ടത്രേ. ഒരു തട്ടിക്കലല്ല, 2-3 തട്ടിക്കല്. ഇങ്ങനെ ഈ തട്ടിക്കലേറെ കൂടി റോട്ടിലിറങ്ങി നമ്മുടെ നാട്ടിലെ സ്ഥിതി എന്താവും? സംഗതി കുടുങ്ങൂലേ? 5 ആളാ മരിച്ച് ഒരു അപകടത്തില്. മനസ്സിലായി നിങ്ങൾക്ക്? ഈ അടിച്ചു മാറ്റിയവനെ പിടിക്കാൻ വേണ്ടി അതിനടിച്ചു മാറ്റാൻ വരിക. ഇവര് തമ്മിൽ സ്പീഡ് പോയിട്ട് കൂട്ടിമുട്ടി 5 ആളും മരിച്ചു. ഇതിന്റെ പേരെന്താ? അതിന്റെ പേരാണ് ലോ ആൻഡ് ഓർഡർ പ്രോബ്ലം. അത് പറ്റൂല കേരളത്തില്. മനസ്സിലായി നിങ്ങൾക്ക്? അങ്ങനെ സ്വർണം കടത്തി കൊണ്ടുപോകുക, അതിന്റെ പിടിക്കാൻ നടക്കുന്നത് തമ്മിൽ തല്ലുക, എന്നിട്ട് ഇടിക്കുക, പിടിക്കുക, വെടിവെക്കുക, അല്ലെങ്കിൽ ക്രമസമാധാനം തകർക്കുക എന്ന പ്രശ്നം കേരളത്തിൽ പിണറായി മുഖ്യമന്ത്രിയാവുമ്പോ പറ്റൂല എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ പോലീസിനെ കൊണ്ട് ഇത് പിടിപ്പിച്ചത്. ആരും സംശയിക്കൊന്നും വേണ്ടതില്ല. ഇനിയിപ്പോ ആരെങ്കിലും കരുതുന്നുണ്ട് കുറച്ച് കടത്തിയിട്ടാണ്ട് പോയി തട്ടിക്കൊണ്ടുപോച്ചാൽ പിടിച്ചിട്ട് ഉള്ളിലേക്ക് കണ്ടിടും എന്ന കാര്യത്തിന് സംശയം വേണ്ട. അത് ന്യായമായ പ്രവർത്തനല്ലേ? ഇതൊരു കുറ്റാണോ? കള്ളനെ പിടിക്കാൻ പാടില്ലേ? കള്ളക്കടത്തേരനെ പിടിക്കാൻ പാടില്ലേ? ക്രിമിനലിനെ പിടിക്കാൻ പാടില്ലേ? അത് പിടിക്കണ്ടേ? അതല്ലേ കേരള ഗവൺമെന്റ് ചെയ്യുന്നത്. അത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വല്ല വൃത്തിയുണ്ടോ? നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഗവൺമെന്റിന്റെ വഴിക്കാ പോവാ, നല്ല നിലയ്ക്കാ പോവാ. ആ ഗവൺമെന്റിനെ എന്തിനാ തകർക്കാൻ ശ്രമിക്കുന്നത്? ആരുടെ അജണ്ട അത്? കേരള ഗവൺമെന്റിനെ ദുർബലപ്പെടുത്തൽ ആരുടെ അജണ്ടയാ? RSS അജണ്ടയാണ്. നരേന്ദ്രമോദി, RSS ഇവരുടെ അജണ്ടയാണ് കേരള ഗവൺമെന്റിനെ ദുർബലപ്പെടുത്തുക എന്നുള്ളത്. മോഹൻ ഭഗവത്തിന്റെ പ്രസംഗങ്ങൾ കാണുന്നില്ലേ? കമ്മ്യൂണിസത്തെ ഇല്ലാതാക്കണം. അതാണ് മോഹൻ ഭഗവത്ത് പ്രസംഗിക്കുന്നത്. കേരളത്തിന് ന്യായമായി തരാനുള്ള തരാതിരിക്കുക, അതാണ് നരേന്ദ്രമോദി. കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ച് കേരള ഭരണത്തെ തടയാൻ ശ്രമിക്കുക, അതാണ് നരേന്ദ്രമോദി. അപ്പൊ കേന്ദ്ര നയം ഗവർണർമാർ ഉപയോഗിച്ച് കേരളത്തിന്റെ വികസനത്തെ തകർക്കുക, അതാണ് ഇവരുടെ നയം. ഗവർണറൊക്കെ എന്തെല്ലാം ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാക്കിയത്. ആ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഗവർണർ ഇവിടെ നിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളെ ഞാൻ കണ്ടുള്ളൂ. അത് തിരുവഞ്ചൂർ രാധാകൃഷ്ണ, കോൺഗ്രസ്. മനസ്സിലായോ? ഈ തകരാറിനെയല്ലേ നമ്മൾ അതിജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനോടല്ലേ നമ്മൾ ഏറ്റുമുട്ടുന്നത്. അപ്പോ ഏറ്റവും ശക്തമായ നിലപാട് നമ്മൾ ഇവർക്കെതിരെ സ്വീകരിക്കുന്നത്. അപ്പൊ വേറെ ചിലർ മാർക്സിസ്റ്റുകാരും RSSകാരും തമ്മിൽ കേരളത്തിൽ സഖ്യമാണ്. അത് പറയുന്നോണ്ട് തൊലി യഥാർത്ഥ തൊലിയാണോ അതോ കണ്ടാമൃഗത്തിന്റെ തൊലിയാണോ അതോ ഹിപ്പോപ്പൊട്ടാമസിന്റെ തൊലിയാണോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇനി പറഞ്ഞവനെ കണ്ട നിങ്ങൾ നോക്കിയേക്കണേ, കയ്യുമ്മിൽ നിന്ന് പിടിച്ചു നോക്കിയേക്കണം യഥാർത്ഥ തൊലിയാണോ എന്ന് നോക്കൂ. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 280-ലേറെ സഖാക്കൾ ജീവനുണ്ട് കൊടുത്തില്ലേ? ഇവിടെ 252 സഖാക്കൾ ജീവൻ കൊടുത്തല്ലേ RSSനെ കേരളത്തിൽ പ്രതിരോധിച്ചത്. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ RSS ഉയർത്തുന്ന തെറ്റായ രാഷ്ട്രീയ നിലപാടുകളെ, അതിന്റെ പ്രതിലോമതയെ, അത് സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന അപകടകരമായ പ്രത്യാഘാതങ്ങളെ
ജനങ്ങളുമായി പങ്കുവെച്ച് അതിനെ നേരിടാൻ സമൂഹത്തെ തയ്യാറാക്കുന്ന രാഷ്ട്രീയ പ്രക്രിയയിൽ നിന്ന് ഈ CPIM എപ്പോഴെങ്കിലും ഒരു കഴഞ്ച് മാറി നിന്ന ഒരു സന്ദർഭം ചരിത്രത്തിൽ നിന്നും രേഖപ്പെടുത്താനാവുമോ? ഏതെങ്കിലും ഒരു സന്ദർഭം രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി RSSുമായി ഏതെങ്കിലും തരത്തിലുള്ള സന്ധിയോ നീക്കുപോക്കോ ഉണ്ടാക്കിയത് ചരിത്രത്തിൽ നിന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? എല്ലായ്പ്പോഴും ഞങ്ങളതിനെ നേരിട്ട് പോയിട്ടുണ്ട്. ഒരു സംശയം ആർക്കും വേണ്ട. RSS പ്രതിനിധാനം ചെയ്യുന്നത് തെറ്റായ ഒരാശയവും പ്രത്യയശാസ്ത്രവുമാണ്. ആ പ്രത്യയശാസ്ത്രത്തെ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ അംഗീകരിക്കുന്നില്ല. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അതിനെ ഞങ്ങൾ എതിർത്തുകൊണ്ടിരിക്കും. ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ ഭൂമിയിൽ അവശേഷിക്കുന്നുള്ളൂ എങ്കിൽ ആ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ശരിയായ രാഷ്ട്രീയ നിലപാടിന് വേണ്ടി തന്നെയാണ് നിലയുറപ്പിക്കുക. ആ നിലപാടിലാണ് ഞങ്ങൾ നിൽക്കുക. ലാഭക്കച്ചവടം രാഷ്ട്രീയത്തിൽ നടത്താനല്ല ഈ ചെങ്കൊടി ഉയർത്തിപ്പിടിച്ച് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. പാവങ്ങൾക്ക് വേണ്ടി അവന്റെ ജീവിത പ്രയാസങ്ങൾ ലഘൂകരിക്കാനും പരിഹരിക്കാനും വേണ്ടിയാണ്. ആ കാഴ്ചപ്പാടില്ല കമ്മ്യൂണിസ്റ്റുകാർ പ്രവർത്തിക്കുക. എന്നിട്ട് ഇവിടെ വന്ന് കളവടിച്ച് വീശിയല്ലേ. അൻവർ ഏറ്റവും ചെറുതായത് എപ്പോഴാണ് അറിയുന്നത്? അൻവർ ഏറ്റവും ചെറുതായത് ഇവിടെ ഇരിക്കുന്ന സഖാവ് EN മോഹൻദാസിനെ RSSകാരനാണെന്ന് പറഞ്ഞപ്പോഴാണ് ഏറ്റവും ചെറുതായിപ്പോയി. ഒരാൾ എങ്ങനെ ഇങ്ങനെ മോശമാകും? ഇത് അൻവർ പറയുന്നത് മാത്രമല്ല കേട്ടോ. നിങ്ങൾ അങ്ങനെ വിചാരിക്കണ്ട. അത് ഈ കോൺഗ്രസിലൊക്കെ പറയണ്ട. കോൺഗ്രസിന് മുഴുവൻ CPIMനെ കുറിച്ച് എന്താ പറയണേ? വർഗീയവാദികൾ എന്താ പറയുന്നത്? മുസ്ലിം വർഗീയവാദികൾ എന്താ പറയുന്നത്? എല്ലാവരും നമ്മളെ കടന്നാക്രമിക്കുക. കമ്മ്യൂണിസ്റ്റുകാർ എപ്പോഴെങ്കിലും ഈ സന്ധി കോൺഗ്രസിന്റെ സ്ഥിതി ആലോചിച്ച് നോക്കുക. കോൺഗ്രസ് എപ്പോഴാ RSSന്റെ വോട്ട് രാത്രി പോയി വാങ്ങാത്തത്? ഒരു തെരഞ്ഞെടുപ്പ് ഏതാ? ഒരു സന്ദർഭം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായിട്ട് RSSയോട് കൂട്ടുകൂടാതിരുന്നത് എപ്പോഴാ? സഖാവ് EMSനെതിരെ വിമോചന സമരം കഴിഞ്ഞ് 1960 EMS പട്ടാമ്പിയിൽ മത്സരിക്കുക. കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി ആദ്യം പിന്മാറിയതാരാ? കാർഷിക പരിഷ്കരണമൊക്കെ പാസാക്കി വിമോചന സമരത്തെ അഭിമുഖീകരിച്ച് വന്ന EMS നമ്പൂതിരിപ്പാടാ. 14 കേന്ദ്ര മന്ത്രിമാരെയാണ് ആ പട്ടാമ്പിയിൽ. അന്ന് റോഡുമില്ല, പാലുമില്ല, തോടുമില്ല, അങ്ങനത്തെ ഒരു പട്ടാമ്പിയാ. പറമ്പും ഒരു പട്ടാമ്പിയിലെ പറമ്പുകൂടിയും പാടത്തുകൂടിയൊക്കെ നടക്കല്ലേ. ഗോസായി സ്വാമി കേന്ദ്രമന്ത്രിയാ, കയ്യും വീശിയിട്ട് ബസ്സില്ലല്ലോ, കാറും പോവില്ല. അങ്ങനത്തെ നാട്ടുകൂടി നമ്മളെ ചാലിശ്ശേരി, തിരുമിറ്റക്കോട്, നഗലശ്ശേരി, പിന്നെ ആ സ്ഥലത്തു കൂടി ഇങ്ങനെ നടക്കുകയാണ്. ആരാ വരുന്നത്? കേന്ദ്രമന്ത്രി ഗോവിന്ദ വല്ലഭ് പന്ത്. ആരാണ്? UP മുഖ്യമന്ത്രി. എവിടെയാണ് നിൽക്കുന്നത്? തിരുമിറ്റക്കോട്. അവിടെ വെറും പന്നി മാത്രമേ ഉള്ളൂ, കാട്ടുവന്നി. ഇപ്പൊ അതുള്ള കാല ആ നാട്ടുകൂടിയാ നടക്കേണ്ടി വരും, കയ്യും വീശിയിട്ട്. എത്ര കേന്ദ്രമന്ത്രിമാർ വന്നു ആ തെരഞ്ഞെടുപ്പില്? RSSന്റെ ജനസംഘം ചെയ്തത് ഇവിടെ ഏറ്റവും ആദ്യം തോൽപ്പിക്കപ്പെടേണ്ടത് EMS നമ്പൂതിരിപ്പാടായതുകൊണ്ട് ഞങ്ങളുടെ പിന്തുണ കോൺഗ്രസിനാണ് പ്രത്യേകിച്ചു. ജനസംഘം 1970 സഖാവ് AKG മത്സരിച്ചു പാലക്കാട്ട്. ആരായിരുന്നു എതിർ സ്ഥാനാർത്ഥി? RSSന്റെ നേതാവ് ഗോവിന്ദൻ. ആരായിരുന്നു കൂട്ടാളി? കോൺഗ്രസ്. സതീശൻ പുതിയ തീർന്ന കോൺഗ്രസ് ആവും. മനസ്സിലായത്? അപ്പൊ EMSനെതിരെ RSSന്റെ കൂടെ കോൺഗ്രസ്, AKGക്കെതിരെ RSSന്റെ കൂടെ കോൺഗ്രസ്. ഇവിടെ VP സിംഗിന്റെ ഒരു ഗവൺമെന്റ് വന്നില്ലേ? ആ ഗവൺമെന്റിനെതിരെ അവിശ്വാസം പാർലമെന്റിൽ വന്നില്ലേ? ആ വിശ്വാസത്തിനെതിരായിട്ട് കൈ കോർത്ത് പിടിച്ച് VP സിംഗിനെ താഴെ ഇറക്കാൻ ഒരുമിച്ച് വോട്ട് ചെയ്ത, ഒരുമിച്ച് പാർലമെന്റിലേക്ക് വന്ന കൂട്ടരാരാ? ഒന്ന് രാജീവ് ഗാന്ധി, ഇപ്പുറത്തോ അടൽ ബിഹാരി വാജ്പേയിയും അദ്വാനിയും. രണ്ടാളും ഇവരും എല്ലാവരും കൂടി ഒരുമിച്ച് കൈ പൊന്തിക്കുന്നത് ഇന്ത്യയുടെ പാർലമെന്റിൽ കണ്ടു നിന്ന ഒരാളാണ് ഞാൻ. എന്നിട്ട് അത് മാറ്റിയിട്ട് ചന്ദ്രശേഖരൻ പ്രധാനമന്ത്രിയായി. ചന്ദ്രശേഖരനെതിരായിട്ട് പ്രധാനമന്ത്രിയായപ്പോ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? പാർലമെന്റിൽ ഞാൻ അന്ന് പാർലമെന്റ് അംഗാ. പാർലമെന്റിന്റെ വാതിൽക്കൽ അകത്തേക്ക് കടക്കാതെ കോൺഗ്രസ്സുകാർ ഇങ്ങനെ നിൽക്കുകയാണ്. അകത്തേക്ക് കടക്കുന്നില്ല, വാതിൽക്കൽ ഇങ്ങനെ നിൽക്കുക. എന്താ കാരണം? BJPക്കാർ കടന്നിട്ട് വേണം അവർക്ക് ഇങ്ങോട്ട് കിടക്കാൻ. രണ്ടു കൂട്ടും കൂടി കൈ പൊന്തിച്ചാൽ എന്ത് സംഭവിക്കുള്ളൂ? ചന്ദ്രശേഖരന്റെ ഭരണം പോകുള്ളൂ. ആരാ കൈകോർത്ത് പിടിച്ച് ഈ രാജ്യത്ത് ഒരുമിച്ച് നിന്നത്? ചന്ദ്രശേഖരനെ താഴെ ഇറക്കാൻ മറന്നുപോയോ കോൺഗ്രസ്? BJPയുടെ കൈയും പിടിച്ചിട്ട് ചന്ദ്രശേഖരനെ താഴെ ഇറക്കിയത് മറന്നോ? VP സിംഗിനെ താഴെ ഇറക്കിയത് മറന്നോ?
AKGക്കെതിരെ സ്ഥാനാർത്ഥി നിർത്തിയത് മറന്നോ? EMS നമ്പൂതിരിപ്പാടിനെതിരെ സ്ഥാനാർത്ഥി നിർത്തിയത് മറന്നോ? ഈ കസേരയിലിരിക്കുന്ന സഖാവ് അംസാക്കാക്ക് നേരെ കോലി